Hi everyone, I'm Shamir. Welcome back. Learn English through reading newspaper. Reading newspapers will help you in your English learning journey. Reading newspapers really important for improving your English speaking skills. Please watch the video till the end. Definitely this video will help you to learn English. എക്സ് ആർമി മാൻ. എക്സ് ആർമി മാൻ എന്നാൽ മുൻ ഭടൻ എന്നുള്ള അർത്ഥമാണ്. ഇപ്പോൾ സർവീസിലില്ലാത്ത ഒരു ആർമി മാൻ കിൽസ്, കൊലപ്പെടുത്തുന്നു. ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. സാധാരണയായിട്ട് പത്രങ്ങൾ സിമ്പിൾ പ്രസൻറ്റ് ടെൻസിലാണ് എഴുതുക. അപ്പോൾ ഇവിടെ ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇവിടെ ഇത് എക്സ് ആർമി മാൻ കിൽഡ് എന്ന് വായിക്കണം. കൊലപ്പെടുത്തി വൈഫ്, ഭാര്യയെ. ഈ എക്സ് ആർമി മാന്, മുൻ പട്ടാളക്കാരൻ, അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി. ബോയിൽസ്. ബോയിൽ എന്നാൽ അർത്ഥം വേവിക്കുക എന്നാണ് ഇവിടെ അർത്ഥം. ബോയിൽസ്. ഇവിടെയും ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇവിടെ ഇത് ബോയിൽഡ് എന്ന് വായിക്കണം. വേവിച്ചു. ഹെർ ബോഡി, അവളുടെ മൃതശരീരം. ഹെർ ബോഡി പാർട്സ്, അവളുടെ മൃതദേഹത്തിൻ്റെ അവശിഷ്ടങ്ങൾ, മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ വേവിച്ചു. ഇൻ പ്രഷർ കുക്കർ, ഒരു പ്രഷർ കുക്കറിൽ. ദെൻ അതിനുശേഷം ഡംസ്. ഡംപ് എന്നാൽ വലിച്ചെറിയുക എന്നുള്ള അർത്ഥമാണ്. ഇവിടെയും ഇത് പാസ്റ്റ് ടെൻസിൽ വായിക്കണം. അപ്പോൾ ഇവിടെ ഇത് ഡംപ്ഡ് എന്ന് വായിക്കണം. ഉപേക്ഷിച്ചു. അവകൾ, ആ മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ. ഇൻ ഹൈദരാബാദ് ലേക്ക്. ലേക്ക് എന്ന് വെച്ചാൽ കായൽ. ഒരു മുൻ ആർമി മാൻ അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി. പ്രഷർ കുക്കറിൽ ബോഡിയുടെ, മൃതദേഹത്തിൻ്റെ ഭാഗങ്ങൾ വേവിച്ചു. അതിനുശേഷം ആ ഭാഗങ്ങൾ ഹൈദരാബാദ് ഒരു കായലിൽ ഉപേക്ഷിച്ചു. ഇതാണ് തലക്കെട്ട്. ഇനി ഹൊറിഫിക് ഇൻസിഡൻറ്റ്. ഇൻസിഡൻറ്റ് എന്നാൽ സംഭവം, ഹൊറിഫിക് എന്നാൽ ഭീതിജനകമായ. എ ഫോർമർ ആർമി മാൻ. ഫോർമർ എന്നാൽ മുമ്പത്തെ. ഒരു മുൻ പട്ടാളക്കാരൻ. അലേജഡ്ലി എന്നാൽ ആരോപിക്കപ്പെടുന്നത് എന്നുള്ള അർത്ഥമാണ്. അതായത് പത്രക്കാർക്ക് കിട്ടിയ വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ പറയുന്നത്. അതാണ് അലേജഡ്ലി എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അലേജഡ്ലി മേർഡേർഡ് ഹിസ് വൈഫ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി എന്നാണ് ആരോപിക്കപ്പെടുന്നത്. ചോപ്ഡ്. ചോപ്പ് എന്നാൽ വെട്ടിനുറുക്കുക. ചോപ്ഡ്, വെട്ടിനുറുക്കി. ഹെർ ബോഡി ഇൻ ടു പീസസ്. അവളുടെ മൃതശരീരം പീസുകളായിട്ട്, കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ചു. ബോയിൽഡ് അവകൾ തിളപ്പിച്ചു. ഇന്നെ പ്രഷർ കുക്കറിൽ, ഒരു പ്രഷർ കുക്കറിൽ വെച്ച് വേവിച്ചു. ബോയിൽ എന്നാൽ തിളപ്പിക്കുക, വേവിക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ആൻഡ് ദെൻ അതിനുശേഷം ഡംപ്ഡ്, ഉപേക്ഷിച്ചു. ദ റിമെയിൻസ് എന്നാൽ അവശിഷ്ടം എന്നുള്ള അർത്ഥമാണ്. ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ ഉപേക്ഷിച്ചു. ഇൻ എ ലേക്ക്, ഒരു കായലിൽ. ഇൻ ദ ജില്ലഗൗഡ ഏരിയ ഓഫ് തെലങ്കാനാസ് ഹൈദരാബാദ്. ഈ തെലങ്കാനയിലെ ഹൈദരാബാദിലുള്ള ഈ പ്രദേശത്തുള്ള ഈ ജില്ലഗൗഡ എന്നു പേരുള്ള ഈ കായലിൽ ഉപേക്ഷിച്ചു. ദ പോലീസ് സെഡ് ഓൺ തേഴ്സ്ഡേ. പോലീസ് വ്യാഴാഴ്ച ദിവസം പറഞ്ഞു. ദ ക്രൈം ടുക്ക് പ്ലേസ്. ഈ സംഭവം, ഈ കുറ്റകൃത്യം സംഭവിച്ചത് അണ്ടർ ദ മീർപെറ്റ് പോലീസ് സ്റ്റേഷൻ ലിമിറ്റ്സ്. ഈ പേരുള്ള പോലീസ് സ്റ്റേഷൻ്റെ, ഈ സ്ഥലത്തുള്ള പോലീസ് സ്റ്റേഷൻ്റെ കീഴിലുള്ള സ്ഥലമാണിത്. ഈ സ്ഥലത്താണ് ഈ സംഭവം സംഭവിച്ചത്. ആൻഡ് കെയിം ടു ലൈറ്റ്. കം ടു ലൈറ്റ് എന്നാൽ പുറത്തറിയുക എന്നുള്ള അർത്ഥമാണ്. അതിൻ്റെ പാസ്റ്റാണ് കെയിം ടു ലൈറ്റ്. പുറത്തറിഞ്ഞു, ഈ സംഭവം പുറത്തറിഞ്ഞു. ആഫ്റ്റർ, അതിനെ തുടർന്ന്. ആഫ്റ്റർ ദ വിക്ടിംസ് മദർ. ഈ വിക്ടിം എന്നാൽ ഇര. ഈ ഇദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ അമ്മ ഫയൽഡ് എ മിസ്സിംഗ് കംപ്ലൈൻറ്റ്. ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ്, കാണാനില്ല എന്നുള്ള പരാതി നൽകി. ആഫ്റ്റർ വിച്ച്, അതിനെ തുടർന്ന്. ദ അക്യൂസ്ഡ്, പ്രതി. ഗുരുമൂർത്തി വാസ് അറസ്റ്റഡ്. ഈ സ്ത്രീയുടെ ഭർത്താവിൻ്റെ പേര് ഗുരുമൂർത്തി എന്നാണ്. ഇദ്ദേഹം അറസ്റ്റ് ചെയ്യപ്പെട്ടു. മരണപ്പെട്ട സ്ത്രീയുടെ അമ്മ ഒരു പരാതി പോലീസിൽ നൽകി. അതിനെ തുടർന്ന് ഈ ഗുരുമൂർത്തി അറസ്റ്റ് ചെയ്യപ്പെട്ടു. ദ ഡിസീസ്ഡ് വാസ് ഐഡൻറ്റിഫൈഡ്. ഡിസീസ്ഡ് എന്നാൽ മരിച്ചുപോയ വ്യക്തി എന്നുള്ള അർത്ഥം. ഈ മരിച്ചുപോയ സ്ത്രീയെ തിരിച്ചറിഞ്ഞു. ആസ് പുട്ടവെൻകാത്ത മാധവി 35. മാധവി എന്നാണ് പേര്, 35 വയസ്സ്. ഈ വ്യക്തിയെ തിരിച്ചറിഞ്ഞു. ദ മാൻ ആൻഡ് മാധവി. ഈ കൊലപ്പെടുത്തിയ ഭർത്താവായിട്ടുള്ള ഇദ്ദേഹവും മാധവിയും ലിവ്ഡ് ഇൻ ജില്ലഗൗഡ ഫോർ 5 years with their 2 children.
വിത്ത് ദെയർ 2 ചിൽഡ്രൻ എന്നാൽ അവരുടെ 2 കുട്ടികളുടെ കൂടെ എന്നുള്ള അർത്ഥമാണ്. അവരുടെ 2 കുട്ടികളുടെ കൂടെ ഈ പറഞ്ഞിട്ടുള്ള സ്ഥലത്ത് 5 വർഷത്തോളമായിട്ട് അവർ അവിടെ ജീവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗുരുമൂർത്തി ഭർത്താവായിട്ടുള്ള ഗുരുമൂർത്തി ഡൂറിങ് ഇൻറ്ററോഗേഷൻ എന്നാൽ ചോദ്യം ചെയ്യൽ എന്നുള്ള അർത്ഥമാണ്. ഡൂറിങ് എന്നാൽ അതിനിടയിൽ, ഇദ്ദേഹം ചോദ്യം ചെയ്യലിനിടയിൽ അഡ്മിറ്റഡ് സമ്മതിച്ചു ടു കമ്മിറ്റിംഗ് ദ ക്രൈം ഈ കുറ്റകൃത്യം ചെയ്തതായിട്ട് ഇദ്ദേഹം ചോദ്യം ചെയ്യലിനിടയിൽ സമ്മതിച്ചു. ദ പോലീസ് സ്റ്റാർട്ടഡ് പോലീസ് ആരംഭിച്ചു ആൻ ഇൻവെസ്റ്റിഗേഷൻ ഒരു അന്വേഷണം ആരംഭിച്ചു. ഇൻ ടു ദ മാറ്റർ ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചു. ആൻഡ് ആർ കളക്റ്റിംഗ് അഡീഷണൽ എവിഡൻസ് എന്നാൽ കൂടുതൽ എവിഡൻസ് എന്ന് വെച്ചാൽ തെളിവുകൾ, കൂടുതൽ തെളിവുകൾ പോലീസ് ശേഖരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഈ കാര്യവുമായി ബന്ധപ്പെട്ട് പോലീസ് ഒരു അന്വേഷണം ആരംഭിച്ചു. മീർപെറ്റ് ഇൻസ്പെക്ടർ നാഗരാജു സെഡ് ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ദാറ്റ് ദ ഹസ്ബൻഡ് ഭർത്താവ് നൗ ഇൻ കസ്റ്റഡി ഈ സ്ത്രീയുടെ ഭർത്താവ് നിലവിൽ കസ്റ്റഡിയിലാണ്. ക്ലെയിംഡ് അദ്ദേഹം പറഞ്ഞു ഹി ഡിസ്പോസ്ഡ് അദ്ദേഹം ഡിസ്പോസ് എന്നാൽ ഇവിടെ അർത്ഥം ഇവിടെ ഉപേക്ഷിക്കുക, നശിപ്പിക്കുക ഇതൊക്കെയാണ് അർത്ഥം, ഒഴിവാക്കുക. ഡിസ്പോസ്ഡ് ഓഫ് ദ റിമെയിൻസ് ഇൻ എ ലേക്ക് അവശേഷിക്കുന്ന ശരീരഭാഗങ്ങൾ ഒരു കായലിൽ ഉപേക്ഷിച്ചു. ആഫ്റ്റർ ബോയിലിംഗ് ദം അവകൾ വേവിച്ചത് ശേഷം ആൻഡ് മേക്കിംഗ് ദം അസ് പൗഡർ അതൊരു പൗഡറായിട്ട് പൊടിയാക്കിയിട്ട് അത് മാറ്റി വേവിച്ചതിന് ശേഷം. ഹിസ് ക്ലെയിംസ് അദ്ദേഹത്തിൻ്റെ വാദങ്ങൾ ഭർത്താവ് പറയുന്ന കാര്യങ്ങൾ ആർ ബീയിങ് വെരിഫൈഡ് ആ കാര്യങ്ങൾ നിജപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, ശരിയാണോ എന്ന് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്, വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഹൗ ഡിഡ് ദി ഇൻസിഡൻറ്റ് ടേക്ക് പ്ലേസ് ഈ സംഭവം എങ്ങനെയാണ് സംഭവിച്ചത്? നാഗരാജു സെഡ് ദാറ്റ് അദ്ദേഹം പറഞ്ഞു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ പറഞ്ഞു ദാറ്റ് ദ കപ്പിൾ ഹാഡ് ബീൻ ടുഗദർ ഈ ദമ്പതികൾ ഒരുമിച്ചാണ് ഫോർ ഓവർ 10 years 10 വർഷത്തോളമായിട്ട് ഈ ദമ്പതികൾ ഒരുമിച്ച് ജീവിക്കുകയാണ്. ആൻഡ് ബിലോങ്ഡ് ടു ആന്ധ്രാപ്രദേശ് പ്രകാശം ഡിസ്ട്രിക്റ്റ് ബിലോങ് എന്നാൽ ഇവിടെ സ്വദേശിയായിരിക്കുക എന്നുള്ള അർത്ഥമാണ്. ഇവർ ആന്ധ്രാപ്രദേശിലെ പ്രകാശം ജില്ലയിൽ നിന്നുള്ളവരാണ്. ഈ ദമ്പതികൾ 10 വർഷത്തോളമായിട്ട് ഒരുമിച്ച് കഴിയുകയാണ്. ടുഗദർ എന്ന് വച്ചാൽ ഒരുമിച്ച്, കപ്പിൾ എന്നാൽ ദമ്പതികൾ. ഗുരുമൂർത്തി ഈസ് എ റിട്ടയേർഡ് ആർമി പേഴ്സണൽ അദ്ദേഹം ഒരു ആർമി ഉദ്യോഗസ്ഥനാണ്, ജോലിയിൽ നിന്ന് വിരമിച്ച ഒരു ഉദ്യോഗസ്ഥനാണ്. അദ്ദേഹം ഈസ് കറൻ്റ്ലി എംപ്ലോയിഡ് ആസ് എ സെക്യൂരിറ്റി ഗാർഡ് ഇൻ കഞ്ചൻബർഗ് കറൻ്റ്ലി എന്നാൽ നിലവിൽ അദ്ദേഹത്തെ ഒരു കഞ്ചൻബർഗ് എന്നു പേരുള്ള ഈ സ്ഥലത്ത് ഒരു സെക്യൂരിറ്റി ഗാർഡായിട്ട് അദ്ദേഹത്തെ നിയോഗിച്ചിരിക്കുകയാണ്. മാധവീസ് മദർ മാധവിയുടെ അമ്മ ഉപ്പള സുബ്ബമ്മ ഹാഡ് ഫയൽഡ് എ മിസ്സിംഗ് കംപ്ലൈൻറ്റ് ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് കാണാനില്ല എന്നുള്ള പരാതി ഈ മരിച്ച മാധവിയുടെ അമ്മ എന്നാണ് പേര് ഉപ്പള സുബ്ബമ്മ നൽകിയിട്ടുണ്ടായിരുന്നു. ഓൺ ജാനുവരി 18 സ്റ്റേറ്റിംഗ് ദാറ്റ് പറഞ്ഞുകൊണ്ട് എന്താണ് ദ മാരീഡ് കപ്പിൾ ഹാഡ് എൻ ആർഗ്യുമെൻറ്റ് ഈ ദമ്പതികൾക്കിടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. എറൗണ്ട് 8 AM ഏകദേശം രാവിലെ 8 മണി സമയത്ത് ഓൺ ജാനുവരി 16 ഓവർ പെറ്റി ഇഷ്യൂസ് എന്നാൽ ചെറിയ പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ടിട്ട് ഈ പറഞ്ഞ തീയതിയിൽ രാവിലെ ഏകദേശം 8 മണിക്ക് ഇവർക്കിടയിൽ ഒരു തർക്കമുണ്ടായിരുന്നു. ഇത് പറഞ്ഞുകൊണ്ട് ഈ സ്ത്രീയുടെ അമ്മ പോലീസിൽ ഒരു പരാതി ഒരു മിസ്സിംഗ് കംപ്ലൈൻറ്റ് നൽകിയിട്ടുണ്ടായിരുന്നു. അപ്സെറ്റ് വിത്ത് ക്വാറൽ എന്നാൽ തർക്കം. അപ്സെറ്റ് വിത്ത് ക്വാറൽ എന്നാൽ മാനസികമായിട്ട് ഈ വഴക്ക് കൊണ്ട് മാനസികമായി മടുത്തുകൊണ്ട് മാധവി അവിടം വിട്ടുപോയി മാധവി വീട് വിട്ടുപോയി. കൊല്ലപ്പെട്ട സ്ത്രീയാണ് മാധവി. ആ സ്ത്രീ വീട് വിട്ടുപോയി അറ്റ് എറൗണ്ട് നൂൺ ഏകദേശം ഉച്ചക്ക്. വിത്തൗട്ട് ഇൻഫോമിങ് അറിയിക്കാതെ ഒരാളെയും അറിയിക്കാതെ ഏകദേശം ഉച്ച സമയത്ത് വീട് വിട്ടുപോയി. ആൻഡ് ഡിഡ് നോട്ട് റിട്ടേൺ പോയതിനു ശേഷം
തിരിച്ചു വന്നില്ല. ഡിഡ് നോട്ട് റിട്ടേൺ എന്നാൽ തിരിച്ചു വന്നില്ല. ദെയർ നെയ്ബേഴ്സ് അവരുടെ അയൽവാസികൾ ആൻഡ് റിലേറ്റീവ്സ് ബന്ധുക്കളും ലുക്ക്ഡ് ഫോർ ഹെർ അവൾക്ക് വേണ്ടിയിട്ട് തിരഞ്ഞു, അവളെ തിരഞ്ഞു. ബട്ട് എന്നാൽ ഷീ വാസ് നോ വേർ ടു ബി ഫൗണ്ട്. നോ വേർ എന്നാൽ ഒരിടത്തുമില്ല എന്നുള്ള അർത്ഥമാണ്. ബട്ട് ഷീ വാസ് നോ വേർ ടു ബി ഫൗണ്ട് അവളെ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. അവളുടെ അയൽവാസികളും ബന്ധുക്കളും അവളെ തിരഞ്ഞു, എന്നാൽ അവളെ ഒരിടത്തും കണ്ടെത്താൻ സാധിച്ചില്ല. ഷീ സെഡ് ഇൻ ഹെർ കംപ്ലൈൻറ്റ് അവൾ പറഞ്ഞു, ഈ മരിച്ച സ്ത്രീയുടെ അമ്മ അവളുടെ പരാതിയിൽ പറഞ്ഞ കാര്യങ്ങളാണിതൊക്കെ. അക്കോർഡിംഗ് ടു ദ പോലീസ് പറയുന്നത് പ്രകാരം ദ അക്യൂസ്ഡ് പ്രതി ടോൾഡ് ദം അവരോട് പറഞ്ഞു. എന്താണ് ഇത്? പോലീസ് പറയുന്ന കാര്യമാണ്. ദാറ്റ് ഹി കിൽഡ് ഹിസ് വൈഫ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി. ഓൺ എ സഡൻ പ്രൊവക്കേഷൻ എന്നാൽ പ്രകോപനം എന്നുള്ള അർത്ഥം. സഡൻ എന്നാൽ പെട്ടെന്നുള്ള പ്രകോപനത്തിൽ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി. വെൻ ഷീ ഡിമാൻഡ് അവൾ ആവശ്യപ്പെട്ട സമയത്ത് ടു ഗോ ടു എ നേറ്റീവ് പ്ലേസ് ഇൻ നന്ദ്യാൽ അവളുടെ സ്വദേശമായിട്ടുള്ള നന്ദ്യാൽ ഈ സ്ഥലത്തേക്ക് പോകണം എന്നുള്ള ആവശ്യം അവൾ ഉന്നയിച്ചു. അതിനെ തുടർന്ന് ഒരു പെട്ടെന്നുള്ള ഒരു പ്രകോപനമുണ്ടാകുന്നു. അതിനെ തുടർന്ന് അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കൊലപ്പെടുത്തി. ഇത് പോലീസ് പറയുന്ന കാര്യമാണ്. അതാണ് അക്കോർഡിംഗ് ടു ദ പോലീസ് പറയുന്ന വിവരമനുസരിച്ച് പോലീസ് പറയുന്ന കാര്യങ്ങളാണിതൊക്കെ. ആസ് ദ പോലീസ് ആർ വെരിഫൈങ് ദ ട്രൂത്ത് ബിഹൈൻഡ് ഹിസ് ക്ലെയിംസ് അദ്ദേഹം പറയുന്ന കാര്യങ്ങൾ ശരിയാണോ എന്ന് പോലീസ് അന്വേഷിച്ചു കൊണ്ടിരിക്കുകയാണ്. എന്നാൽ ദ വൈഫ്സ് ബോഡി ഈസ് യെറ്റ് ടു ബി ഫൗണ്ട് എന്നാൽ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല. യെറ്റ് എന്നാൽ ഇതുവരെ ഇല്ല എന്നുള്ള അർത്ഥമാണ്. ഒരു നെഗറ്റീവായിട്ടുള്ള പരിപൂർണമാകാത്ത കാര്യം പറയാനാണ് യെറ്റ് ഉപയോഗിക്കുക. ദ വൈഫ്സ് ബോഡി ഈസ് യെറ്റ് ടു ബി ഫൗണ്ട് അവളുടെ ആ സ്ത്രീയുടെ ഭാര്യയുടെ മൃതദേഹം ഇതുവരെ കണ്ടെത്തിയിട്ടില്ല.